സ്റ്റുഡൻസ് നെക്സ്റ്റ് ഒരു ഡൊമൈനുള്ള എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്യണമെങ്കിൽ ഒരു വി വി കർവ് മെത്തേഡ് എന്നുള്ള കോൺസെപ്റ്റ് അറിയണം. സോ അതറിയാത്തവർ അത് നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം എൻട്രൻസിന് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാം. ഇങ്ങനത്തെ ഡൊമൈൻ കേസിലൊക്കെ ഫംഗ്ഷനിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റി വി വി കർവ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് അറിയണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്കൊരു ഇൻഇക്വാലിറ്റി കിട്ടും. ഡൊമൈനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻഇക്വാലിറ്റി നിങ്ങൾ ഫോം ചെയ്യണം. 7 - 8x + x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവും. നിങ്ങൾക്കറിയാം സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരിക്കലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 പറ്റത്തില്ല. ഈക്വൽ ടു 0 വരും. ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ അല്ല. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരും. സോ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഈ പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് വരും? x - 1 × x - 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ ഒരു ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വി വി കർവ് മെത്തേഡ്. സോ വി വി കർവ് മെത്തേഡ് എല്ലാവരും അറിയാവുന്നവർ അത് വെച്ചിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എക്സാക്ട് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇടണം. കാരണം വി വി കർവ് മെത്തേഡിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഐ വിൽ ഹെൽപ്പ് യു.